ഗൈസ് ഇന്നൊരു ട്രാൻസ്ഫർ വാർത്തകളൊക്കെ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് സംസാരിക്കേണ്ടത്. ആദ്യത്തെ ഒരു സൈനിങ് ഇപ്പം വേരിയസ് ആയിട്ടുള്ള സ്പാനിഷ് മീഡിയസും ഇന്ത്യൻ മീഡിയസും സ്പോർട്സ് സ്റ്റാർ അടക്കമൊക്കെയുള്ള മീഡിയാസ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഒരു പുതിയ വിങ്ങറെ സൈൻ ചെയ്യുന്നു എന്നുള്ളതാണ്. ജെയ്റോ സിംബേറിയോ എന്ന് പറയുന്ന താരത്തെയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സൈൻ ചെയ്തത്. 31 വയസ്സുകാരനായിട്ടുള്ള ഈ ഒരു താരത്തിനൊരു വലിയൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് നമുക്ക് പറയേണ്ടതാണ്. അതായത് കരിയറിൽ മികച്ച ക്ലബ്ബുകളിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം സെവിയയുടെ ഭാഗമായിട്ടുണ്ടായിരുന്ന ഒരു താരമാണ്. അത് 2013-14 സീസൺ സെവിയ യൂറോപ്പ ലീഗ് വിൻ ചെയ്ത സമയത്ത് ആ ടീമിൻ്റെ ഭാഗമായിരുന്നു എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഇപ്പം റൈറ്റ് വിങ്, ലെഫ്റ്റ് വിങ് പൊസിഷൻസിലൊക്കെ ഒരേപോലെ കളിക്കാനൊരു കേപ്പബിൾ ആയിട്ടുള്ളൊരു താരമാണ് ഇദ്ദേഹം എന്നുള്ളതാണ്. ഈ ഒരു താരം കൂടി എത്തുന്ന സമയത്ത് അവരുടെ അറ്റാക്കിംഗ് സൈഡ് വളരെയധികം ശക്തിപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പം അലാദീൻ അജാരി ഓൾറെഡി റിട്ടേൺ ചെയ്തിട്ടുണ്ട്. അതിന് പുറമെയായിരുന്നു കഴിഞ്ഞ ദിവസം ഒരു ന്യൂനസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു താരത്തെ എത്തിച്ചിരുന്നു. ഇപ്പോൾ ഈ ഒരു താരം കൂടി വരുന്ന സമയത്ത് അത് സെറ്റായി എന്ന് പറയാം. പിന്നെ ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യമുണ്ട്. അതിനെപ്പറ്റി നമുക്ക് അവസാനം പറയാം അവരുടെ പൊസിഷൻസ് എങ്ങനെ സെറ്റായി എന്നുള്ളത്. ഇനി ഈ ഒരു താരത്തിൻ്റെ റെക്കോർഡ് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 273 മത്സരങ്ങൾ കരിയറിൽ കളിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 33 ഗോൾ 26 അസിസ്റ്റുമാണ്. അത് ഒരു ഡീസൻ്റ് അല്ലെങ്കിൽ ഒരു ആവറേജ് സ്റ്റാറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമുക്ക് ഇദ്ദേഹം കളിച്ച ലീഗുകൾ ഏതാണെന്ന് നോക്കണം. അദ്ദേഹം തൻ്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത് സെഗുണ്ടയിലാണ്. അതായത് സ്പാനിഷ് സെക്കൻഡ് ടയറിൽ 90 മത്സരങ്ങളാണ് അവിടെ കളിച്ചത്. ബുണ്ടസ് ലീഗയിൽ 72 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ലാ ലീഗയിൽ 62 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹം കളിച്ചതൊക്കെ കരിയറിൻ്റെ മെജോറിറ്റി മത്സരങ്ങൾ കളിച്ചതൊക്കെ ടോപ്പ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ലീഗ്സിലാണ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും പറയേണ്ട കാര്യമാണ്. അതിൽ അദ്ദേഹം വളരെ പ്രമുഖമായിട്ടുള്ള ക്ലബ്ബുകൾ കളിച്ചിട്ടുണ്ട്. സെവിയ, മലാഗ, ലാസ് പാൽമാസ്, മെയിൻസ് തുടങ്ങിയിട്ടുള്ള ക്ലബ്ബുകളിലൊക്കെ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പെയിൻ്റെ ജൂനിയർ കാറ്റഗറി അണ്ടർ-19, അണ്ടർ-20, അണ്ടർ-21 തുടങ്ങിയിട്ടുള്ള കാറ്റഗറീസിലൊക്കെ കളിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ 2 സീസണുകൾ നോക്കുന്ന സമയത്ത് അത്ര വലിയ ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒന്നും അദ്ദേഹത്തിന് നൽകാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഏറ്റവും ഒടുവിൽ കളിച്ചത് സ്പാനിഷ് ഫോർത്ത് ടയറിലാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് പറയേണ്ടതാണ്. എന്താണെങ്കിലും ഈ പറഞ്ഞ ട്രാക്ക് റെക്കോർഡാണ് തീർച്ചയായിട്ടും ഒന്ന് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ISL വരുമ്പോഴത്തേക്കും അതെങ്ങനെ വർക്കാവും എന്നുള്ളത് തീർച്ചയായിട്ടും നോക്കി കാണാം. ഒരു ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യം തന്നെ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒരു ഇന്ത്യൻ സൈനിങ് കൂടി കംപ്ലീറ്റ് ചെയ്യുന്നു. മുന്നേറ്റ നിരയിൽ തന്നെയാണ് ലാൽബിയാക് ഡീക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഐസ്വാൾ FC ഒരു താരമാണ്, മുന്നേറ്റ താരമാണ്. കഴിഞ്ഞ സീസണിൽ നോക്കുവാണെങ്കിൽ നല്ല പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി അത് വിങ്ങിലാണ് കൂടുതൽ കളിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പം 19 മത്സരങ്ങളിൽ 5 ഗോൾ 6 അസിസ്റ്റ്, അതൊരു ഇമ്പ്രസീവ് ആയിട്ടുള്ള നമ്പർ തന്നെയാണ് കേട്ടോ. കാരണം അതാണ് സ്പോട്ട് ഓൺ സൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നല്ല ഗോൾ കോൺട്രിബ്യൂഷൻ നൽകുന്ന പ്ലേയേഴ്സിനെ എത്തിക്കുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. ഇപ്പോൾ ഓൾറെഡി ഐസ്വാളിൽ നിന്ന് ലാൽമുസാല എന്ന് പറഞ്ഞിട്ടുള്ള താരത്തെ എത്തിച്ചിരുന്നു. കഴിഞ്ഞ 2 സീസണുകളിലെ ഇന്ത്യൻ ടോപ്പ് സ്കോററായിരുന്നു. അപ്പോൾ അതിന് പിന്നാലെയാണ് ഇങ്ങനത്തെ ഒരു താരത്തെ കൂടി എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഹാറ്റ്സ് ഓഫ് തന്നെ കൊടുക്കണം അവരുടെ സ്പോർട്ടിങ് സൈഡിന്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഇവരുടെ ഒരു അറ്റാക്കിംഗ് സൈഡ് എത്രത്തോളം ബാലൻസ്ഡ് ആണ്. നമ്മളെപ്പോഴും പറയും ഭയങ്കരമായിട്ട് അങ്ങ് സ്പെൻഡ് ചെയ്ത് നാഷണൽ ടീമിൽ കളിക്കുന്ന പ്ലേയേഴ്സിനെ ഒന്നും എടുക്കേണ്ടതല്ല ഒരു ബാലൻസ്ഡ് സ്ക്വാഡ് ഉണ്ടാക്കണമെങ്കിൽ. നോർത്ത് ഈസ്റ്റിൻ്റെ ആയിരുന്നു തന്നെ നോക്കാം. അപ്പം അലാദീൻ അജാരി അദ്ദേഹം ഒരു സെൻട്രൽ ഫോർവേഡും വിങ്ങിലും കളിക്കാൻ പറ്റുന്ന ഒരു താരമാണ് എന്നുള്ള അറിയാം. അതിന് പുറമെ ഇപ്പം ഇന്ത്യൻ പ്ലേയേഴ്സിനായിരിക്കാം ഒരുപക്ഷെ അടുത്ത സീസണിലേക്ക് വരുന്ന സമയത്ത് ഒരു സ്ട്രൈക്കിംഗ് മറ്റ് ഓപ്ഷൻസ് ആയിട്ട് കളിപ്പിക്കാൻ സാധ്യത. അപ്പോൾ ഓൾറെഡി അണ്ടർ-23 ഇൻ്റർനാഷണൽ ആയിട്ടുള്ള പാർദീപ് ഗൊഗോയ് ഉണ്ട്. അതുപോലെ ഐസ്വാളിന് വേണ്ടി കളിച്ച് കഴിഞ്ഞ 2 സീസണുകളിൽ ഇന്ത്യൻ ടോപ്പ് സ്കോററായിട്ടുള്ള ലാൽമുസാല ഉണ്ട്. അപ്പം അവർക്ക് ആ ഒരു പരിഗണന അവിടെ കിട്ടുമെന്നുള്ള കാര്യം നമുക്ക് ഈ സൈനിങ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അതുപോലെ ന്യൂനസ് എന്ന് പറഞ്ഞിട്ടുള്ള താരമാണ് അറ്റാക്ക് മിഡ്ഫീൽഡർ ആയിട്ടുള്ളത്. അതിന് പുറമെ മക്കാർത്തനും ആണുള്ളത്. പിന്നെ വിങ്ങേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് തോയ്സിംഗ് ഉണ്ട്, ജിതിൻ MS ഉണ്ട്. അതിന് പുറമെയാണ് ഇപ്പം ഈ ഒരു പുതിയ താരത്തെ കൂടി സിംബേറിയോ എന്ന് പറയുന്ന താരത്തെ കൂടി എത്തിക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞ ഇപ്പം പാർദീപ് ആണെങ്കിലും അലാദീൻ ആണെങ്കിലും ഒക്കെ വിങ്ങിൽ ഓപ്ഷൻസ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അവരുടെ ഒരു അറ്റാക്കിങ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇമ്പ്രസീവ് ആണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. സോ ദാറ്റ്സ് ഇറ്റ് കേസ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ നോർത്ത് ഈസ്റ്റിൻ്റെ ഈ ഒരു കാര്യത്തെ പറ്റിയൊക്കെ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സെനിയോ.